വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ എല്ലാവരും അങ്ങനെ പുറത്തങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ വരികയാണ്. അന്നേരം എന്താ ഡോക്ടർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രഷർ കൂടിയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ബോധം തെളിയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ചന്ദ്രബോസിന് അശുഭ വാർത്തയാണല്ലോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്, നല്ലോണം പരിശോധിച്ചായിരുന്നോ, മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതിങ്ങനെ പ്രഷർ കൂടുമ്പോൾ സംഭവിക്കുന്നതാണ്, സ്വാഭാവികമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം മോശം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ചന്ദ്രബോസ് അങ്ങോട്ട് മാറുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ആ മഹാഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് തടി തപ്പുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് കുറച്ചു നേരം ഒബ്സർവേഷനിലിരിക്കട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് അനുപല്ലവിയാണെങ്കിൽ സത്യഭാമയുടെ ഫോണാണെങ്കിൽ ശ്യാമയെ ഏൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആകെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷന് പോവാം, സമയം ഇത്തിരി ആയില്ലേ, കുറേ പേര് കാത്തിരിക്കുന്നതല്ലേ, നിരാശപ്പെടുത്തണ്ട എന്നിങ്ങനെ അനുപല്ലവി ശാലിനിയോട് പറയുകയാണ്. എന്നിട്ട് സമൂഹ വിവാഹത്തിൻ്റെ ചടങ്ങല്ലേ എന്ന് ശ്യാമയും ചോദിക്കുകയാണ്. തുടർന്ന് ശ്യാമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സത്യാമ്മയും കുഞ്ഞേച്ചിയും തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണോ ഈ പ്രഷർ കയറ്റം ഈശ്വര എന്നൊക്കെ ശ്യാമ ചിന്തിക്കുകയാണ്. അന്നേരം നീ എന്താ ചിന്തിക്കുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അല്ല, ചടങ്ങിൽ പിന്നെ കുഞ്ഞേച്ചി എന്തായാലും പങ്കെടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി എന്തോ ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ വണ്ടിയിൽ അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. തുടർന്ന് ആ അമ്പലം കാണിക്കുന്നുണ്ട്. അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. 10ാം വാർഷികത്തോടുള്ള സമൂഹ വിവാഹം, 10ാമത്തെ വാർഷികമല്ല, അത് ചടങ്ങാണ് നടത്തുന്നത്, അതൊക്കെ കാണിക്കുകയാണ്. അന്നേരം ഈ കമ്മിറ്റിക്കാരൊക്കെ ആണെങ്കിൽ മാലയും ബൊക്കയുമായിട്ടൊക്കെ കാത്തു നിൽക്കുകയാണ് സ്വീകരിക്കാനായിട്ട്, വരുന്ന അതിഥിയെ സ്വീകരിക്കാനായിട്ട്. അതേസമയം മേയറുടെ വണ്ടിയാണ് വരുന്നത്. സുസ്മിത ഇങ്ങനെ വണ്ടിയിലിരുന്ന് വരികയാണ്. അതേസമയം മേയറുടെ വണ്ടി ഇങ്ങനെ വരുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഭരണാധികാരിയെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം, നാടിനൊപ്പം നിൽക്കും, പാവങ്ങളുടെയൊക്കെ കൈത്താങ്ങായിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഉയർത്തി അങ്ങ് പ്രശംസിക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ട്. അന്നേരം സുസ്മിത ഇവരെയൊക്കെ കാണുമ്പോൾ ആകെ അങ്ങ് സന്തോഷമാണ്. അന്നേരം ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോയി, ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന്, നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ അത്രയ്ക്ക് പുണ്യപ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ഇങ്ങനെ സ്വീകരിക്കുന്ന മാലയും ബുക്കയും ഇതൊക്കെ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ വയനാട്ടിലെ ഉരുൾപൊട്ടി ആ പാവങ്ങൾക്ക് കൊടുത്തെങ്കിൽ എത്ര നന്നായിരുന്നു, പിന്നെ ജനസേവനം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ കലർന്നതാണ് എന്നൊക്കെ ഇങ്ങ് പ്രസംഗിക്കുകയാണ്. അന്നേരം ഈ കമ്മിറ്റിക്കാരെല്ലാം ഇത് തലകുലുക്കി സമ്മതിക്കുകയാണ്. തുടർന്ന് എന്തായാലും നിങ്ങൾ പൈസ മുടക്കി വാങ്ങിച്ചല്ലേ, ഇട്ടോളൂ എന്നും പറഞ്ഞിങ്ങനെ തല കുനിക്കുകയാണ് മാല ഇടാനായിട്ട്. ഈ സമയത്താണ് ശാലിനി കളക്ടറുടെ വണ്ടി വരുന്നത്. അന്നേരം മേഡം എത്തിയെന്നും പറഞ്ഞ് ഈ സുസ്മിതയുടെ മുന്നിൽ നിന്ന് മാലയും ഒക്കെ ആയിട്ട് നിന്ന കമ്മിറ്റിക്കാരെല്ലാം കൂടി കളക്ടറുടെ വണ്ടി അടുത്തേക്ക് ഓടുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങ് അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരമാണ് ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ചന്ദ്രബോസ് സെക്യൂരിറ്റി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് ആകെ ഇങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്ന് പിന്നെ ആ കമ്മിറ്റിയിലെ ശിവദാസനാണെങ്കിൽ കളക്ടർക്ക് മാലയിടുന്നുണ്ട്, മറ്റുള്ളവർ ബൊക്ക കൊടുക്കുകയാണ്. നമ്മുടെ കളക്ടർ കീ ജയ്, പാവങ്ങളുടെ കളക്ടർ കീ ജയ് എന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ആകെ ദേഷ്യമാണ്. അന്നേരമാണ് സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നത് തന്നെ സ്വീകരിക്കാനല്ല, കളക്ടർ സ്വീകരിക്കാനാണ് അവരെല്ലാവരും ഇവിടെ നിന്നതെന്നൊക്കെ. ആകെ അപമാനിതയായിട്ട് സുസ്മിത നിൽക്കുകയാണ്. ചന്ദ്രബോസ് സെക്യൂരിറ്റി ആയിട്ട് കൂടി നിൽക്കുന്ന കാണുമ്പോൾ ആകെ അങ്ങ് ദേഷ്യം തന്നെയാണ്. അന്നേരം എവിടെയാണ് ചടങ്ങ് നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെയാണെന്ന് പറയുമ്പോൾ ഞാനല്ല ഇന്നത്തെ വിശിഷ്ട അതിഥി, അവരാണെന്ന് പറയുകയാണ്. അന്നേരം മനസ്സിലായില്ലേ, ഇന്ന് മംഗൽഭാഗിൽ ലഭിക്കുന്ന ആ 6 പെൺകുട്ടികളും അവരുടെ വരന്മാരുമാണ് വിശിഷ്ട അതിഥികൾ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് അവരെല്ലാവരും ഇങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ അപമാനിതയായി കാലി പൂണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന സുസ്മിതയെ ശാലിനി കാണുന്നത്. തുടർന്ന് മേയറേയും ക്ഷണിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ശിവദാസനോട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെയും ഭരണാധികാരികളെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്, 4 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിലും മേയറല്ലേ, അതുകൊണ്ട് ക്ഷണിച്ചു പോയി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ മേയറെ ഒന്ന് കണ്ടിട്ട് വരാം, ഞങ്ങൾ ഓൾഡ് ഫ്രണ്ട്സ് ആണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എങ്കിൽ ഞങ്ങളും വരാം മേഡം എന്ന് പറയുമ്പോൾ വേണ്ട, തികച്ചും പേഴ്സണലാണെന്ന് പറയുകയാണ്. തുടർന്ന് അവരവിടെ നിന്നിട്ട് ശാലിനി ഒറ്റയ്ക്ക് സുസ്മിതയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം എങ്ങനെ പോകുന്നു മേയറെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അധികം നരക്കേടില്ലാതെ പോകുന്നു കളക്ടറമ്മേ എന്നിങ്ങനെ അങ്ങ് പിന്നെ സുസ്മിത തിരിച്ച് അതേപോലെ പറയുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ സുസ്മിതയുടെ ഇങ്ങനെ കവിളിനൊക്കെ ഇങ്ങനെ തലോടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്നേരം മേയറമ്മ എന്നാണ് ശാലിനി ആദ്യം വിളിക്കുന്നത്, അതുകൊണ്ടാണ് കളക്ടറമ്മയെന്നും വിളിക്കുന്നത്. അന്നേരം ശാലിനി ആണെങ്കിൽ താടിക്ക് പിടിച്ചിട്ട് അത് ശരിയാവില്ലല്ലോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പതിയാണ്, ഇവർ തങ്ങളിൽ മാത്രമേ സംസാരിക്കുന്നത്, വെളി നിൽക്കുന്നവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം പിന്നെ ഞാനൊരു മേയറാണ്, നീ അത് ഓർക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അതിപ്പോൾ എനിക്ക് ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പറഞ്ഞതിനുള്ള മറുപടി ആയിട്ടാണെങ്കിൽ ഞാനൊരു കളക്ടറാണ്, പക്ഷേ ഞാനത് പറയില്ല, നീ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയാലും നീ എൻ്റെ മുന്നിൽ സുസ്മിത തന്നെയാണ്, ഞാൻ ശാലിനിയും, എത്ര ഉയരത്തിൽ നീ പോയാലും ശാലിനിക്ക് ഒരുപടി
അടി താഴെ മാത്രമേ നീ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, നീ കളക്ടറുടെ സ്വാധീനം എന്താണെന്ന് നിനക്കറിയണോ, ഇവിടുത്തെ സൈബർ ടെക്നോളജി ഒക്കെ നിനക്കറിയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ഒന്ന് പരുങ്ങുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ സുസ്മിതയുടെ കവിളി പിടിക്കുകയും തലയിൽ തലോടിയും ഒക്കെ സൗഹൃദ സംഭാഷണം പോലെയാണ് സംസാരിക്കുന്നത്. ചുറ്റും നിൽക്കുന്നവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇവർ തങ്ങളിൽ വളരെ വാശിയോടും ദേഷ്യത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. തുടർന്ന് പിന്നെ ശാലിനി ചോദിക്കുന്നുണ്ട്, പിന്നെ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാടി എൻ്റെ വിഷ്ണുവേട്ടൻ നടത്തുന്ന ഹോട്ടലിൻ്റെ ആ ഭൂമി സർക്കാർ ഭൂമി ആയത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് റീസർവേ ലാൻഡ് സർവേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എന്തായാലും കളക്ടറുടെ സ്വാധീനം കൊണ്ട് നീ മേയർ സ്ഥാനത്ത് നിന്ന് തെറിക്കുന്നതും മേയർ അല്ലാതാകുന്നതും സുസ്മിതയാകുന്നതും ഒക്കെ നിനക്ക് അറിയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വീണ്ടും തലോടിക്കൊണ്ട്, അപ്പം മര്യാദയ്ക്കൊക്കെ നടന്നാൽ നിനക്ക് കൊള്ളാം, നീ ഒരു ചുരുട്ടി കൂട്ടി നിന്നെ ഞാനൊരു മൂലക്കിടും, അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം എന്നൊക്കെ പറയുകയാണ്. വേണമെങ്കിൽ മേയറുടെ ഒരു ബോർഡും തൂക്കിക്കോ എന്നൊക്കെ എങ്ങ് പറയുകയാണ്. സുസ്മിതയ്ക്ക് ശാലിനി ഒരു എതിരാളിയെ അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പഞ്ച് ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം സുസ്മിത എതിർക്കുന്നെങ്കിലും പിന്നീട് ശാലിനിയുടെ കളക്ടറാണ് സംസാരിക്കുന്നത്. സ്വാധീനത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സുസ്മിത അവിടെ അടങ്ങി നിൽക്കുകയാണ്. തുടർന്ന് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവിളിലൊക്കെ പിടിച്ച് കുലുക്കിയിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. അന്നേരം മേയറും കളക്ടറും തമ്മിൽ ഇത്ര ഫ്രണ്ട്സ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ശിവദാസൻ പറയുകയാണ്. അന്നേരം നമ്മൾ കുറച്ച് നാൾ മുമ്പേ ഓൾഡ് ഫ്രണ്ട്സ് ആണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് ബന്ധമൊന്നും മുറിഞ്ഞു. പക്ഷേ ബന്ധം മുറിയുമ്പോൾ നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ ചിലപ്പോൾ മറന്നു പോകും, അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ബന്ധം പുതുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അർത്ഥം വെച്ചൊക്കെ ശാലിനി സംസാരിക്കുമ്പോൾ സുസ്മിതയ്ക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നല്ലോ. ചന്ദ്രബോസിനും അനുപല്ലവിക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. ചന്ദ്രബോസ് അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് അത് ശരിയാണ് മാഡം എന്നൊക്കെ ശിവദാസൻ പറയുന്നുണ്ട്. തുടർന്ന് അവരെല്ലാവരും കൂടി അമ്പലത്തിനകത്തേക്ക് അങ്ങ് പോവുകയാണ്. സുസ്മിതയാണെങ്കിൽ കലി പൂണ്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ശാലിനി സുസ്മിതയോട് പറയുന്നുണ്ട്, നിന്നെ നശിപ്പിക്കാനായിട്ട് എനിക്ക് AK-47 കളിത്തോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നേർപ്പിക്കാത്ത ഒരു കീടനാശിനി മാത്രം മതി, അതും ഒരു കുപ്പി തികച്ച് വേണ്ട കേട്ടോടി, മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരക്ഷരം മിണ്ടാതെ സുസ്മിത ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് എല്ലാവരെയും ശ്രദ്ധിച്ചിട്ടും മിണ്ടാതെ നിൽക്കുകയാണ്. സുസ്മിതയെ കൊണ്ട് ഒരു മേയറിന് കളക്ടറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സുസ്മിതയ്ക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ അനുപല്ലവി മാഡം എന്നും പറഞ്ഞ് ശാലിനി വിളിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് സുസ്മിതയും തങ്ങളിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. സുസ്മിത ദേഷ്യത്തിലും ചന്ദ്രബോസ് സമാധാനിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. അന്നേരം മാഡത്തിൻ്റെ സെക്യൂരിറ്റിക്കായിട്ട് വന്നതല്ലേ, ഇപ്പോൾ കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും വേണ്ട, സെക്യൂരിറ്റി ആണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്നിങ്ങനെ അനുപല്ലവി പറയുകയാണ്. അന്നേരം വേണ്ട, കുശുമ്പും കുഞ്ഞായ്മയും അവരുടെ പ്രാണവായുവാണ്, ഇതൊന്നും ഇല്ലെങ്കിൽ അവർ ശ്വാസം മുട്ടി ചത്തുപോകും. പിന്നെ അതിന് സർക്കാരൊന്നുമല്ലല്ലോ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, കാലൻ്റെ കണക്ക് പുസ്തകത്തിലുള്ളതാണ്, അതവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അമ്പലത്തിനകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ സമാധാനിപ്പിക്കാനുള്ള ശ്രമമാണ് ചന്ദ്രബോസിൻ്റെ. അന്നേരം ഞാനൊന്ന് സമാധാനിക്കുമെന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ട് ചാടി കയറി വരാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഈ ശാലിനിയും വിഷ്ണുവും സത്യഭാമ ഇവരുള്ള 3 ചക്രത്തിൽ ഓടുന്ന വണ്ടിയാണോ നീ എന്ന് പറയുന്നത്, ഒന്നുകിൽ അവർ ജയിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ട് കരയും, അല്ലെങ്കിൽ നീ തോറ്റു എന്നും പറഞ്ഞ് അങ്ങോട്ട് കരയും. പിന്നെ നിനക്ക് മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കിട്ടാത്തതിൻ്റെ കാരണമാണെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്. അന്നേരം ഉദാഹരണത്തിനൊന്നും പറഞ്ഞ് ചന്ദ്രബോസ് സംസാരിക്കുകയാണ്. നിന്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു പൂ വിരിഞ്ഞു, അതിൻ്റെ മണമോ ഇതളുകളോ ആ ഭംഗിയോ ഒക്കെ നിന്റെ കണ്ണിലോ കാതിലോ ഒക്കെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പൂ ഒലക്ക എന്ന് പറഞ്ഞിട്ട് സുസ്മിത വീണ്ടും ദേഷ്യപ്പെടുകയാണ്. വെള്ള ഉരുൾപൊട്ടലോ ഭൂകമ്പമോ ഭൂചലനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിറ്റപ്പാന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിനെയും സുസ്മിതയുടെ ഭാവമൊക്കെ കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട്, സമാധാനിപ്പിക്കുകയും ചെയ്യണമല്ലോ. തുടർന്ന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ മനസ്സിന് സന്തോഷം വരുന്ന ഒരു കാര്യം പറയാം. ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട വിശിഷ്ട അതിഥിയായിരുന്നല്ലോ നിന്റെ ഫാമാൻറ്റി, അവരാണെങ്കിൽ വരുന്ന വഴിക്ക് കാറ് കേടായി റോഡിൽ തല ചുറ്റി വീണുവെന്ന്. അന്നേരം അത് കൊള്ളാമല്ലോ, ബാക്കിയോട് ചിറ്റപ്പാന്ന് പറയുകയാണ്. തുടർന്ന് ഈ കയറിപ്പോയ കളക്ടറമ്മ ഉണ്ടല്ലോ, അവരാണ് പിന്നീട് അതുവഴി വന്നത്, ഈ കളക്ടറുടെ കാറിൽ കുത്തിക്കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുത്തിച്ചാരി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം പിന്നീട് എന്തായി ചിറ്റപ്പാന്നും പറഞ്ഞ് സുസ്മിത ആകെ ആകാംക്ഷയിലാണ്. അന്നേരം പിന്നെന്ത് സംഭവിക്കാനാണ്, നിന്റെ ഫാമാൻറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നെന്നാണ് കേട്ടതെന്ന്. അന്നേരം നിന്റെ മനസ്സിന് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം സന്തോഷം ഉണ്ടായേനെ, അവർ വെള്ളം കിട്ടാതെ ആ റോഡ് കിടന്ന് ചത്തെങ്കിൽ എനിക്ക് സന്തോഷമായേനെ, ഇതിപ്പോൾ അവർ വീണ്ടും രക്ഷപ്പെട്ട് വന്നില്ലേ എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുകയാണ്. അന്നേരം ചെറുതായിട്ടെങ്കിലും ആശ്വസിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ആ അമ്പലത്തിനകത്ത് നിന്നും വീണ്ടും ഈ ശിവദാസനും ബാക്കി കമ്മിറ്റിക്കാരും ഒക്കെ വീണ്ടും മാലയും ബൊക്കയുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, ഇത്തിരി വൈകിട്ടാണെങ്കിൽ നിന്നതേ അവർ സ്വീകരിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് ചന്ദ്രബോസ് പറയുകയാണ്.
നീ ഒന്ന് ക്ഷമിക്കടി, നിനക്ക് അർഹതപ്പെട്ട് നിനക്ക് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സുസ്മിതയോട് പറയുമ്പോൾ തന്നെ സ്വീകരിക്കാനാണ് അവർ വരുന്നതെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് വേറൊരു കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ ചൈന കോളേജിൽ സരോജമാണ് ഇറങ്ങുന്നത്. തുടർന്ന് സരോജത്തെയാണ് ആ ശിവദാസനും കൂട്ടനും കൂടി സ്വീകരിക്കുന്നത്, മാലയും ബൊക്കയും ഒക്കെ ഇട്ട്. അന്നേരം ആരടി VIP എന്നിങ്ങനെ ചന്ദ്രബോസ് സുസ്മിതയോട് ചോദിക്കുമ്പോൾ ഇതാ ചൈന കോളനിയിലെ മെമ്പറാണ്, പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ പറയുമ്പോൾ, ഓ അപ്പം നിന്റെ പ്രതിയോഗിയാണല്ലോ, നീയും പ്രതിപക്ഷ നേതാവാണെങ്കിൽ നിന്റെ മുഖ്യ എതിരാളിയാണ്, അപ്പോൾ നീയും ഇവരും തമ്മിൽ മുഖ്യമായിട്ടുള്ള എന്തോ ഒരു അന്തർധാര ഉണ്ടാകുമല്ലോ, ആ അന്തർധാര സജീവമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ട്, നീളമുള്ള ആമയിഴഞ്ചൻ തോടിൻ്റെ അത്ര നീളമുള്ള ഒരു അന്തർധാര എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ അന്തം വെട്ടിക്കുമ്പോൾ സുസ്മിത ആലോചിക്കുകയാണ്, പത്മാവതിയുടെ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടി, ആ കുടുംബശ്രീയിലെ എല്ലാവരും കൂടി ചേർന്ന് സുസ്മിതയെ അങ്ങ് അടിച്ചതും അവസാനം ബോധം കെട്ട് വീണപ്പോൾ പത്മാവതിയും ചോദിക്കുന്നുണ്ട്, കൈയും കാലും വിറയ്ക്കുന്നു, എന്ത് ചെയ്യും ഇവളെന്ന്. അന്നേരം ഇവളെ ഒരു പഴം വായിൽ പൊഞ്ഞു കെട്ടി ആമയിഴഞ്ചൻ തോളിലേക്ക് എറിയുക, അറബിക്കടലിൽ ചെന്നെത്തും എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഓർത്ത് സുസ്മിത അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താടി ഞാൻ ചോദിച്ചാൽ കേട്ടില്ലേ ചന്ദ്രബോസ് ഒന്നുകൂടെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞ് നോക്കുന്നത്. എന്താ ചിറ്റപ്പ എന്ന് ചോദിക്കുമ്പോൾ, നീയും വരും തമ്മിലുള്ള അന്തർധാര സജീവമല്ലേ, അത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആമയിഴഞ്ചൻ തോടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും പറഞ്ഞ് ചിറ്റപ്പന് മനസ്സിലാവില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അവരങ്ങ് സ്വീകരിക്കുകയും സരോജത്തെ സ്വീകരിക്കുകയും അവർ തങ്ങളിൽ എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്നാണ് സരോജം പിന്നെ സുസ്മിതയെ കാണുന്നത്. അന്നേരം നമുക്ക് തുടങ്ങാം സുസ്മിത എന്നിങ്ങനെ തോളി തട്ടി ചോദിക്കുമ്പോൾ സുസ്മിത പെട്ടെന്ന് പേടിച്ച് എന്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, നമുക്ക് കല്യാണത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങാം, സുസ്മിത എന്തോ തെറ്റിദ്ധരിച്ചു, വാ എന്ന് വിളിക്കുകയാണ്. തുടർന്ന് അവരെല്ലാം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വീണ്ടും സുസ്മിതയും ചന്ദ്രബോസും അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സരോജ അങ്ങ് പോകുന്നത് നോക്കി, ആഹാ എന്തൊരു തറവാടുത്തം, എന്തൊരു ഐശ്വര്യം. ഇതാണ് സുസ്മിത പറയുന്നത്, നമുക്ക് പിന്നെ ഐശ്വര്യം വരുമ്പോൾ നമുക്ക് അനുബന്ധമായിട്ടുള്ളതെല്ലാം വന്നു ചേരുമെന്നേ, നമുക്ക് എന്തായാലും ഭാഗത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് കയറി പോവുകയാണ്. അതേസമയം സുസ്മിത ആ ചന്ദ്രബോസിൻ്റെ സംസാരം കൂടിയാകുമ്പോൾ ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് എന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിഷ്ണു എന്തായാലും പിന്നെ അമ്പലത്തിലേക്ക് എത്തും, അങ്ങനെയാണ് റീമേക്കിൽ കാണിക്കുന്നത്. അതിനുശേഷം അവിടെ വെച്ച് വിഷ്ണു ശാലിനിയെ കാണും എന്നാണ് റീമേക്കിലൊക്കെ. അപ്പം അതിനുശേഷമാണ് വിഷ്ണു പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ഒക്കെ. പക്ഷേ ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചതുപോലെ സത്യഭാമയ്ക്ക് ബോധം തെളിഞ്ഞ് വിഷ്ണു ഹോസ്പിറ്റലിൽ ചോദിക്കുന്നതെന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല. അതിപ്പോൾ നാളെ ആയിരിക്കും. എന്തായാലും ഇതാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്